എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി എന്താണ്? നിയമാനുസൃതമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുക, അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, കേസ് രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പോകുന്നു ഇഡിയുടെ ജോലികൾ. എന്നാൽ ഈ പറഞ്ഞ ഇടപാടുകൾ 2014 വരെയുള്ള ഇഡിയുടെ ചുമതലകളായിരുന്നു. എന്നാൽ ഇന്ന് കളി മാറി. ഇക്കഴിഞ്ഞ 10 കൊല്ലമായി ഇഡി ചെയ്യുന്ന ജോലി ഒന്നു മാത്രമാണ്: കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ശത്രുക്കളെ നേരിടുക, മെരുങ്ങാത്ത നേതാക്കന്മാരെ ചെവിക്ക് പിടിച്ച് BJP കൂട്ടിലാക്കുക. ഈ ജോലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭംഗിയായി നിർവഹിച്ചു പോകുന്നുണ്ട്. ഈ കാലയളവിൽ കോൺഗ്രസിൽ നിന്നടക്കം 16 പ്രതിപക്ഷ നേതാക്കളാണ് ഇഡിയെ പേടിച്ച് BJP കൂടാരത്തിൽ ചേക്കേറിയത്. ഏറ്റവും ഒടുവിലായി മറ്റൊരു കൂടുമാറ്റവും സംഭവിച്ചിരിക്കുകയാണ്. രാജ്യസഭാ അംഗവും ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ചാൻസലറുമായ അശോക് മിത്തലാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. BJPയുടെ ഉദാത്തമായ രാഷ്ട്രീയ മാതൃകകളിൽ ആകൃഷ്ടനായിട്ടൊന്നുമല്ല അദ്ദേഹം AAPയോട് വിട പറഞ്ഞത്. അതിന് ഒറ്റ കാരണം മാത്രം: ആദ്യം സൂചിപ്പിച്ച ഇഡി പേടി മാത്രമാണ് അതിന് പിന്നിൽ. ഈ കൂടുമാറ്റം പഞ്ചാബിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഡി അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തി 10 ദിവസത്തിനുള്ളിലാണ് ഈ കൂടുമാറ്റം എന്നത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. രാഘവ് ചത്തയെ മാറ്റി ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡറായി മിത്തലിനെ നിയമിച്ചിരുന്നു. എന്നാൽ ആ പദവിയും വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത കൂറുമാറ്റം. പാർട്ടിയിൽ ഉയർന്നു വരുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ തീരുമാനത്തിന്റെ സമയവും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള പരമ്പരാഗത ബിസിനസ് കുടുംബത്തിൽ ജലന്ധർ കന്റോൺമെന്റിലാണ് അശോക് മിത്തൽ ജനിച്ചത്. പിതാവ് അന്തരിച്ച ബൽദേവ് രാജ് മിത്തൽ സ്ഥാപിച്ച ലവ്ലി സ്വീറ്റ്സ് എന്ന പ്രശസ്തമായ ബ്രാൻഡിലൂടെയാണ് കുടുംബ ബിസിനസ് വളർന്നത്. ഗുരുനാനാക് ദേവ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടിയ അദ്ദേഹം സഹോദരന്മാരായ നരേഷ്, രമേശ് മിത്തൽ എന്നിവർക്കൊപ്പം കുടുംബ ബിസിനസ്സിൽ സജീവമായി. 1991 ലവ്ലി ഓട്ടോസ് എന്ന പേരിൽ വാഹന വിപണിയിലേക്ക് കടന്നതോടെ കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യം കൂടുതൽ വിപുലമായി. ഇതോടെ അശോക് മിത്തലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് 2000 ലവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിച്ചതാണ്. പിന്നീട് 2025 ഇത് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സർവകലാശാലകളിലൊന്നായ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയായി വളർന്നു. ചാൻസലർ എന്ന നിലയിൽ 600 ഏക്കർ വിസ്തൃതിയുള്ള ക്യാമ്പസിൽ 35,000-ലധികം വിദ്യാർത്ഥികൾക്കും 3,000-ലധികം ജീവനക്കാർക്കും അശോക് മിത്തൽ നേതൃത്വം നൽകുന്നുണ്ട്. ഭാര്യ രശ്മി മിത്തലാണ് LPUവിന്റെ കോ ചാൻസലർ. ഇവിടെ കയറിയാണ് ഇഡി കളിച്ചത്. 2022 അശോക് മിത്തൽ ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ രാജ്യസഭയിലെത്തുന്നത്. പാർട്ടിയിൽ വളരെ വേഗം സ്വാധീനമുണ്ടാക്കിയ അദ്ദേഹം രാഘവ് ചത്തയ്ക്ക് പകരമായി ഡെപ്യൂട്ടി ലീഡറായി നിയമിതനായി. എന്നാൽ ഏപ്രിൽ 15 ഇഡി നടത്തിയ റെയ്ഡുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ വലിയ വഴിത്തിരിവായി. വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചെന്ന ആരോപണത്തിൽ അശോക് മിത്തലിനും മകനുമെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജലന്ധറിലെ വസതിയിലും LPU ഉൾപ്പെടെയുള്ള 9 സ്ഥലങ്ങളിലും ഇഡി റെയ്ഡ് നടത്തിയത്. ലവ്ലി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഓട്ടോമൊബൈൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പരിശോധന നടന്നിരുന്നു. ഇതിന് പിന്നാലെ നിയമവിരുദ്ധമായ ചില ഇടപാടുകൾ കണ്ടെത്തിയതോടെ മറ്റ് പോംവഴികൾ MPക്ക് മുന്നിൽ ഇല്ലാതാവുകയായിരുന്നു. ഇഡി അന്വേഷണങ്ങൾക്കിടയിലും താൻ AAPയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു മിത്തലിന്റെ നിലപാട്. ഛത്തീസ്ഗഡിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും സൗജന്യ വൈദ്യുതി, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ AAPയുടെ ഭരണമാതൃകയെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ വിവാദങ്ങളെ അവഗണിച്ചും തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന അദ്ദേഹം അപ്രതീക്ഷിതമായി BJPയിൽ ചേർന്നതോടെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചെടുത്ത് തന്നെ എത്തുകയായിരുന്നു. ഈ നീക്കങ്ങൾ പഞ്ചാബിലെ AAP നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്.